ഹായ് എല്ലാവർക്കും സൗമ്യ സുനിൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് പക്കോടയാണ്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇത് ഉരുളക്കിഴങ്ങാണ്. 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടുന്നത് മല്ലിയില ചെറുതായി മുറിച്ചത്, അയമോദകം ഒരു നുള്ള്, അതുപോലെ ജീരകം ഒരു നുള്ള്, 2 പച്ചമുളക് ഇതുപോലെ ചെറുതായി മുറിച്ചത്, ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്. പിന്നെ വേണ്ടുന്നത് നമ്മളെ കടലമാവ്, കടലപ്പൊടി ഇത് 1 കപ്പ് കടലപ്പൊടിയുള്ളത്. അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മല്ലിപ്പൊടി, ഇത് നമ്മളെ ആംചൂർ പൗഡർ പറഞ്ഞാൽ നമ്മൾ മാങ്ങ ഉണക്കിയിട്ട് കിട്ടുന്ന പൊടിയാണ്. അത് നമ്മൾ കടകളിൽ വാങ്ങാൻ കിട്ടും. അതുകൂടാതെ മുളക് പൊടി വേണം, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം, ഗരം മസാല വേണം, അതുപോലെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, വെള്ളം ചേർക്കണം. അതുപോലെ മെയിനായിട്ട് വേണ്ടുന്ന സാധനം നമ്മൾ ബ്രെഡ്. ഇതിൻ്റെ കൂടെ നമ്മളൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്, ഗ്രീൻ ചട്നി. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെങ്കിലും നോക്കാം. പുതിനയില, 1 പിടി പുതിനയില, അതുപോലെ 1 പിടി മല്ലിയില, പിന്നെ 3-4 പച്ചമുളക്, അതുപോലെ 5-6 വെളുത്തുള്ളി. അതുകൂടാതെ ഏകദേശം ഇത്ര പോലെ തൈര്, ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം അധികം പുളിയില്ലാത്ത തൈര്. പിന്നെ ഇതിനകത്ത് കുറച്ച് ജീരകം കൂടി ഇടും അരക്കുന്ന സമയത്ത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ വേണ്ടുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിനകത്തോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയും, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, അയമോദകം, അതുപോലെ ജീരകം ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അതുകൂടാതെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തായി നമുക്ക് നമ്മളെ ബ്രെഡ് മുക്കി പൊരിക്കാൻ വേണ്ടി വേണ്ടുന്ന ബാറ്റർ റെഡിയാക്കാം. ഇത് കടലമാവാന്ന്. കടലപ്പൊടി ഏകദേശം ഒരു സ്പൂൺ ഉണ്ട്. ഒരു സ്പൂണല്ല, ഒരു കപ്പ് ഉണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ബ്രെഡിൽ ഉരുളക്കിഴങ്ങിലും ഉപ്പിട്ടിന്, അപ്പം അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കൂടാതെ അതിനകത്തോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മൾ ഗരം മസാല, ഇത് ഉണങ്ങിയ മാങ്ങയുടെ പൊടിയാണ്, അത് ഇട്ട് കൊടുക്കാം. അതുപോലെ മുളക് പൊടി, കൂടാതെ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ബബിൾസ് ഒന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ചട്നി ഉണ്ടാക്കേണ്ട സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളെടുത്ത് വെച്ച പുതിനയിലയും, അതുപോലെ മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം ഇട്ട് കൊടുക്കാന്ന്. അതുകൂടാതെ
തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മള് ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ബ്രെഡിൽ ചട്നി അതുപോലെ ഉരുളക്കിഴങ്ങെല്ലാം പുരട്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം. അപ്പോൾ ഇത് പുറത്ത് ഗ്രീൻ ചട്നി പുരട്ടി കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ വേറൊരു ബ്രെഡിന്റെ സ്ലൈസ് എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ചട്നി പുരട്ടി കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയിലെ 2 ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നല്ല വൃത്തി ചൂടായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മാവിനകത്തോട്ട് ഇത് ഡിപ്പ് ചെയ്തെടുക്കണം. ബ്രെഡ് നല്ലതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഗ്യാസ് കുറച്ച് സിമ്മാക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ഒന്നുകൂടി ഇവിടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 സൈഡ് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് രണ്ട് സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. താങ്ക് യു.